ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് LDF-ന് വേണ്ടി മത്സരിച്ച് വിജയിച്ച KV ഷിജുവും MV ഷിജുവും നാടിന്റെ വികസന പ്രവർത്തനങ്ങളിലും ഒപ്പത്തിനൊപ്പം മുന്നേറും. സ്കൂൾ കാലഘട്ടത്തിലും പൊതുപ്രവർത്തനത്തിലും തോളോട് തോൾ ചേർന്ന് നിന്നവർ പഞ്ചായത്ത് ഭരണസമിതിയിലേക്കും ഒന്നിച്ച് കാലെടുത്തു വെക്കുകയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. ഒരേ പേരുള്ളവർ, ഒരുമിച്ച് പഠിച്ചവർ, ഒരുമിച്ച് പ്രവർത്തിച്ചവർ, ഒരുമിച്ച് മത്സരിച്ചവർ, ഒരുമിച്ച് വിജയിച്ചവർ. ഇതാണ് ഇവരെക്കുറിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഒന്നിച്ച് പഠിച്ച ഇവർ പിന്നീട് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീണ്ടും ഒരുമിക്കുന്നത്. കോവിഡ് കാലത്തും ഇവർ ഒന്നിച്ചു തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ മുഴുകി. പാർട്ടിയുടെ മികച്ച തദ്ദേശ സ്ഥാനാർത്ഥിമാരെ കണ്ടെത്താനുള്ള നീക്കത്തിലും ഇരുവരും ഒരുപോലെ തിളങ്ങി നിന്നു. ഞാൻ ഷിജു KV 8, 9, 10 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ്. അതുപോലെ തന്നെ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒന്നിച്ച് തന്നെ വീടുകളിൽ പോവാതെ ഇവിടെ ക്വാറന്റൈനിൽ കഴിയുന്ന ജോലികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും അതുപോലൂടെ നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്താനും വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ 5ാം വാർഡിൽ നിന്നും എന്നെയും 10ാം വാർഡിൽ നിന്നും ഷിജുവിനെയും വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ഷിജു, അതേപോലെ എൻ്റെ പേരും ഷിജു തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും കുട്ടമത്ത് ഹൈസ്കൂളിൽ 8 മുതൽ 10 വരെ ഒരുമിച്ച് പഠിച്ചവരാണ്. പിന്നീട് നമ്മൾ രണ്ട് വഴിക്ക് പോയെങ്കിലും സംഘടന എന്ന രീതിയിലേക്ക് വീണ്ടും DYP രംഗത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുകയും ഞാൻ മേഖലാ സെക്രട്ടറിയും ഷിജു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി എന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ 10ാം വാർഡിൽ നിന്നും ഷിജു 5ാം വാർഡിൽ നിന്നും ജനവിധി നേടി. ഞങ്ങൾ രണ്ടുപേരും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡായ 10ാം വാർഡിൽ നിന്നുമാണ് MV ഷിജു വിജയിച്ചത്. KV ഷിജു വിജയിച്ചത് ഇതേ പഞ്ചായത്തിലെ തന്നെ 5ാം വാർഡ് മുണ്ടക്കണ്ടത്തു നിന്നും. ഇവരടക്കം ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിജയിച്ച തങ്ങളുടെ സ്ഥാനാർത്ഥികളെയും ആനയിച്ച് LDF പ്രവർത്തകർ അത്യുജ്വലമായ ആഹ്ലാദ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.